പദയാത്രയ്ക്ക് മാർച്ച് ആദ്യവാരം പാക്കപ്പ്. അടൂരിനൊപ്പം മമ്മൂക്ക ഒന്നിക്കുന്ന 4ാമത്തെ സിനിമ പദയാത്രയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരുന്നു. 2000ങ്ങളുടെ മധ്യത്തിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നത്. നഗരത്തിലെ മികച്ച ജോലി ഉപേക്ഷിച്ച് ആദിവാസി മേഖലയിൽ സേവനം ചെയ്യാനെത്തുന്ന ഡോക്ടർ ദേവദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായൊരു കഥയാണിത്. എറണാകുളത്തെ FACT പരിസരത്താണ് ആദിവാസി മേഖലയിലെ ആശുപത്രിയുടെ സെറ്റ് ഒരുക്കിയിരിക്കുന്നത്. ആതുരാലയം എന്ന പേരിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഫോട്ടോ ഇതിനോടകം പുറത്തു വന്നിരുന്നു. വയനാടിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് കഥ നടക്കുന്നത്. 86 വയസ്സുള്ള അടൂരിന്റെ 13ാമത്തെ സിനിമയിൽ സിംഗ് സൗണ്ട് ഉപയോഗിച്ചാണ് ഷൂട്ടിംഗ്. എന്നാൽ പ്രധാന ഡയലോഗുകളും മറ്റും ഡബ് ചെയ്താണ് ഒരുക്കുന്നത്. ഡോക്ടറുടെ സഹായിയായി ഇന്ദ്രൻസ് എത്തുമ്പോൾ നഴ്സിന്റെ വേഷത്തിലാണ് ഗ്രേസ് ആന്റണി എത്തുന്നത്. ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂക്കയോടൊപ്പം പ്രവർത്തിച്ച സിനിമാറ്റോഗ്രാഫർ ഷംന ജലാലാണ് പദയാത്രയ്ക്കും ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരം: മമ്മൂക്കയുടെ ഏറ്റവും മികച്ച പ്രകടനം സാധാരണയായി അദ്ദേഹത്തിന്റെ ആദ്യ ടേക്കിൽ തന്നെ ലഭിക്കാറുണ്ട്. എങ്കിലും അതിനോളം തന്നെ കരുത്തുറ്റ തുടർന്നുള്ള ടേക്കുകളും അദ്ദേഹം നൽകാറുണ്ട്. പലപ്പോഴും ആദ്യ ടേക്ക് തന്നെ അടൂർ അംഗീകരിക്കാറുണ്ടെങ്കിലും എഡിറ്റിംഗിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ടേക്കുകൾ എടുക്കാറുണ്ട് എന്നാണ് പദയാത്ര ലൊക്കേഷൻ റിപ്പോർട്ട്. മതിലുകൾ എന്ന സിനിമയ്ക്ക് ശേഷം ഏറിയ വർഷങ്ങൾ കഴിഞ്ഞ് അടൂരും മമ്മൂക്കയും ഒരു ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തുന്നതും പദയാത്രയ്ക്ക് വേണ്ടിയാണ്. 2 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മാസം ഒടുവിൽ തിരുവനന്തപുരം ഷെഡ്യൂളോടെ മമ്മൂക്കയുടെ ഭാഗങ്ങൾ പൂർത്തിയാകും. ശേഷം വയനാട്ടിലേക്ക് ലൊക്കേഷൻ മാറുകയും മാർച്ച് ആദ്യവാരം പദയാത്രയ്ക്ക് പാക്കപ്പ് പറയാനാകുമെന്നുമാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ചുരുക്കത്തിൽ ലാളിത്യവും ദൃശ്യഭംഗിയും ഒത്തുചേരുന്ന ഒരു ക്ലാസിക് സിനിമയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് അടൂരും മമ്മൂക്കയും സംഘവും.